സംസ്ഥാന ബജറ്റിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച പരിഗണനയാണ് ലഭിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPM ജില്ലാ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിലെ വിവിധ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാർ ബജറ്റ് സ്വാഗതാർഹമായ കാര്യമാണ്. തീർച്ചയായും ജില്ലയുടെ സമഗ്ര വികസനത്തിന് കുതിപ്പേകുന്നതാണ് ഇത്തരം നിർദ്ദേശങ്ങൾ. കണ്ണൂരിലെ വിവിധ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചത് സ്വാഗതാർഹമാണ്. ജില്ലയുടെ വികസന മുന്നേറ്റത്തിന് അത് മുതൽക്കൂട്ടാവും. തളിപ്പറമ്പ് നാടുകാണിയിൽ 300 ഏക്കറിൽ 300 കോടി ചെലവിൽ സഫാരി പാർക്ക് അനുവദിച്ചതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നാടുകാണിയിൽ 300 ഏക്കർ ഭൂമിയിൽ 300 കോടി രൂപ ചെലവിൽ ഒരു സഫാരി പാർക്ക് അനുവദിച്ചതാണ്. അതിന്റെ പ്രാരംഭ ചെലവുകൾക്ക് പണം അനുവദിച്ചിട്ടുമുണ്ട്. മൃഗശാല, അതോടൊപ്പം ജൈവ വൈവിധ്യ പാർക്ക്, അതുപോലെ തന്നെ മ്യൂസിയം, ഇതെല്ലാമാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അഴീക്കൽ തുറമുഖത്തിനും എയർപോർട്ടിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് വൻകിട പദ്ധതിയോടൊപ്പമാണ് ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിനും ബജറ്റിൽ നല്ല തുക അനുവദിച്ചിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി വകയിരുത്തിയത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെന്റർ എന്നതുകൊണ്ടാണ്. പഴശ്ശിസാഗർ ജലവൈദ്യുതി പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തിയത് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹായകരമാവും. കൈത്തറി മേഖലക്ക് 66 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നാടുകാണി ഇൻഫ്രാ പാർക്കിൽ ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ് യൂണിറ്റിന് 9 കോടി രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുന്നതിനു വേണ്ടി 1 കോടി വകയിരുത്തിയത് വളരെ നന്നായി. കാരണം ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജ് യാത്ര പുറപ്പെടാൻ കാത്തിരിക്കുന്ന സന്ദർഭമാണ്.